പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓഫീസിൽ പുതിയതായി ചാർജ് എടുത്തുകൊണ്ട് രാഹുൽ മുന്നിലേക്ക് വരുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടി ആയിരിക്കുകയാണ്. ഇതേ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മാത്രമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോകുന്നുമില്ല. ഇനി പുതിയ നീക്കങ്ങൾ വേണം സ്വത്തുക്കൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരുന്ന രാഹുൽ ഇതേ തുടർന്ന് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. നീക്കങ്ങൾ പുതിയതായി നടത്തുന്നുവെങ്കിലും ഇഷ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിനെ തുടർന്ന് തിരിച്ചടികൾ നേരിട്ട് തുടങ്ങിയിരിക്കുകയാണ്. ഇതോടെ ഇഷയെ തൻ്റെ വശത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ റാം മോഹനെ വീഴ്ത്തുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്നു. റാം മോഹൻ വീണ് കഴിഞ്ഞാൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. പിന്നെ അവൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ എൻ്റെ മുൻപിലേക്ക് വരിക തന്നെ ചെയ്യും. അതിനുവേണ്ടി പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് വേണ്ടത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതോടെ റാം മോഹനെ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഇഷയാകട്ടെ ഒരിക്കലും രാഹുലിനെ ഇഷ്ടപ്പെടാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ച് വിശ്വസിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷേ ഇഷയെ കാണുന്നതിനായി വരുന്ന അഭിഷേക് രാഹുലുമായുള്ള ബന്ധം നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിവാഹം ഉപേക്ഷിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന അഭിഷേക് എനിക്കും ദേവബാലയുമായുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യം ഇല്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരേ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉടൻ ചെയ്തേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇതേപ്പറ്റി എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇഷ. അഭിഷേക് കരുതുന്നത് പോലെ അല്ല കാര്യങ്ങൾ. രാഹുലിനെ എനിക്ക് അത്രയധികം ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ഞാൻ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നീ കാര്യങ്ങൾ കൃത്യമായി നിന്റെ കാര്യങ്ങൾ നോക്കിപ്പോയാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ വരരുത്. ആ ഒരു കാര്യമാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത്. വെറുതെ ഇനിയും എൻ്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമുണ്ട് എന്ന് കരുതി ഇരിക്കേണ്ടതില്ല. നീ എൻ്റെ ജീവിതത്തിൽ ഇനി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആ കാര്യം നീ എത്രയും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയാൽ നിനക്ക് നല്ലത്. എന്തിനാണ് വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് ഇഷ പോകുന്നു. പക്ഷേ ഇതേ സമയം ദേവബാലയാകട്ടെ എൻ്റെ ജീവിതം നശിപ്പിക്കുന്നതിനായി ഞാൻ അവനെ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പുതിയ ചതിയുമായി മുന്നിലേക്ക് വരികയാണ്. എനിക്ക് ഉടൻ തന്നെ ഒരു കുട്ടി വേണം. എനിക്കും അവനും ഒരു കുട്ടി ജനിച്ചാൽ പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ദേവബാല ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള പുതിയ ചതികൾ ഒരുക്കുന്നതിന് തയ്യാറാവുകയാണ്. പക്ഷേ ഇതേ സമയം അഭിഷേകാകട്ടെ തിരിച്ചടിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.